ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം. കോമൺ ആയിട്ട് ആളുകൾ പറയുന്നതാണ് BP എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ വയസ്സായവരിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു രക്തസമ്മർദ്ദം. പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിൽ വരെ അത് കണ്ടുവരുന്നുണ്ട്. കോവിഡിന് ശേഷമാണ് ചെറുപ്പക്കാരിലുള്ള രക്തസമ്മർദ്ദം കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്, അതേപോലെ ചെറുപ്പക്കാരിൽ ഇത് കൂടാനുള്ള കാരണം എന്താണ്, അത് കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് പ്രായമായവരിലാണ്. പക്ഷേ കോവിഡിന് ശേഷം കൂടുതലാവാൻ കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്ഥിരമായിട്ടുള്ള ഹൈ കലോറി ഫുഡ്, കൂടുതലായിട്ട് ഊർജ്ജം ശരീരത്തിലെത്തുകയാണ്. ഊർജ്ജം കൂടുതലായിട്ട് പെട്ടെന്ന് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് ശരീരത്തിന് അറിയില്ല. അപ്പോൾ രക്തക്കുഴലുകളിലും അതുപോലെ തന്നെ അവയവങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രക്തക്കുഴലുകളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അതിൽ പോകുന്ന രക്തത്തിനുള്ളൊരു പ്രതിരോധമായിട്ട് മാറും. ആ പ്രതിരോധം കൂടുന്ന സമയത്ത് ശരീരം കൂടുതൽ സമ്മർദ്ദം എടുക്കേണ്ടി വരികയാണ് രക്തം പമ്പ് ചെയ്യാൻ. ഈ സമയത്ത് നമ്മുടെ BP കൂടുകയാണ് ചെയ്യുന്നത്. BP 2 തരത്തിലാണുള്ളത്. സിസ്റ്റോളിക് ഉണ്ട്, അതുപോലെ തന്നെ ഡയസ്റ്റോളിക്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് 120/80 എന്നുള്ളത്. ഈ 120 എന്ന് പറയുന്നത് മുകളിലത്തെ വാല്യൂ സിസ്റ്റോളിക് ആണ്. ഈ സിസ്റ്റോളിക് എന്ന് പറയുന്നത് ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി സങ്കോചിക്കുന്ന ആ സമയത്തുള്ള BP ആണ് സിസ്റ്റോളിക്. എന്നാൽ ഹൃദയം റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള BP ആണ് ഡയസ്റ്റോളിക്. അതാണ് 80. അപ്പോൾ ഈ 120 എന്നുള്ളത് കുറഞ്ഞ രീതിയിൽ കൂടി ഒരു 130 ആയി കഴിഞ്ഞാലും അത്ര ബുദ്ധിമുട്ടില്ല. എന്നാൽ ഡയസ്റ്റോളിക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കാരണങ്ങൾ ജീവിതശൈലി ഒന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്നത് 2 എണ്ണമായിട്ടാണ്, പ്രൈമറി സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് ജീവിതശൈലി, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വരുന്നത്. നമ്മുടെ ഫാമിലിയിൽ ഒരു BP അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ സിബ്ലിങ്സിന് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മദ്യപാനം, പുകവലി. മദ്യപാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഊർജം കൂടുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ രക്തത്തിന് പോവാനുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുന്നു. പിന്നെ ഒന്ന് പറയുന്ന പുകവലി കൂടുന്നതിനനുസരിച്ച് നിക്കോട്ടിൻ്റെ അളവ് കൂടും. നിക്കോട്ടിൻ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അഡ്രിനാലിൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പെട്ടെന്നുള്ള അഡ്രിനാലിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കൂട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് പ്രൈമറി കാരണങ്ങൾ പറയുന്നത്. പിന്നെ സെക്കൻഡറി ആയിട്ടെന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖം കാരണം നമ്മുടെ BP കൂടുകയാണ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് കിഡ്നി ഡിസീസാണ്. വൃക്കയുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ BP കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് മെറ്റബോളിക് ഡിസീസാണ്. കോമൺലി പറയുന്നത് കുഷിംഗ് സിൻഡ്രോം, അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, പാരാതൈറോയിഡ് രോഗങ്ങൾ. ഈ രോഗങ്ങളൊക്കെ കാരണം നമ്മുടെ BPയിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണമാണ്. അത് കൂടാനാണ് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്. കോമൺ ആയിട്ട് ഒരു 80% ആളുകളിലും രക്തസമ്മർദ്ദത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ BP ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവരിൽ BP കൂടിയതായിട്ട് കാണപ്പെടുന്നത്. ആ സമയത്ത് ഇതിനും കൂടെയുള്ള മെഡിസിൻ എടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു 20% ആളുകളിൽ അത് അത്രയും കൂടുന്ന സമയത്ത് അവർ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. മെയിനായിട്ട് പറയുന്നത് തലകറക്കം, അതുപോലെ തന്നെ തലയ്ക്കൊരു കനം, തലയ്ക്കൊരു ഹെവിനെസ് പോലെ തോന്നും, ഒരു ബാൻഡ് പോലെ തലയുടെ ചുറ്റും ഫീൽ ചെയ്യുക, ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളാണ് പറയാറ്. അതുപോലെ തന്നെ തലവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ എപ്പോഴും ഒന്ന് കിടക്കണം എന്നുള്ള തോന്നൽ, ഉന്മേഷക്കുറവ് തോന്നും, ചിലർക്ക് ടെൻഷൻ പോലെ തോന്നും. എന്താണെന്ന് അവർക്ക് പറയാൻ കഴിയില്ല, പക്ഷേ എന്തോ ഉള്ളിലിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പേടി വരിക, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടിയതുപോലെ തോന്നുക, ഇതൊക്കെ BPയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതുപോലെ വിവിധ ലക്ഷണങ്ങളാണ് രക്തസമ്മർദ്ദം കാണിക്കുന്നത്. പൊതുവെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല, പക്ഷെ കാണിക്കുന്ന ഒരു 20% ആൾക്കാരിൽ ഇത്തരം ലക്ഷണങ്ങളാണ് കാണിക്കാറ്.
ഈ BP നമ്മൾ അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. അത് ഹൃദയത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നീർക്കെട്ട് വരാം. അതുപോലെ തന്നെ ശ്വാസമുട്ടൽ ബുദ്ധിമുട്ടുകളൊക്കെ, കാരണം അവിടെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തേക്കുള്ള പമ്പിങ്ങും കുറയും. അപ്പോൾ ആ ശ്വാസമുട്ടൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. അതേ ഹൃദയമിടിപ്പ് കൂടിയതുപോലെ തോന്നാം. പിന്നെ കണ്ണിനെയാണ് നമ്മളെ BP കൂടുതലായിട്ട് ബാധിച്ച് വിചാരിച്ചാൽ റെറ്റിനോപ്പതി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീടുള്ളത് മസ്തിഷ്കത്തിനെയാണ്. മസ്തിഷ്കത്തിലാണ് നമ്മളെ BP കൂടുതലായിട്ടുള്ളത് ബാധിച്ചു കഴിഞ്ഞാൽ എൻസെഫലോപ്പതി വരും. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾക്ക് നീർക്കെട്ട് വരും. അപ്പോൾ എൻസെഫലോപ്പതി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രക്തക്കുഴലുകൾ, നോർമലായിട്ടുള്ള എല്ലാ രക്തക്കുഴലുകളിലും BP കാരണം എന്തെങ്കിലും പ്രതിരോധം വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ വലത് ഭാഗത്താണ് പ്രശ്നം പറ്റിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടത് ഭാഗമായിരിക്കും കുഴയുക. അതുപോലെ ഇടത് ഭാഗമാണെന്നുണ്ടെങ്കിൽ വലത് ഭാഗം കുഴയാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ അൺകൺട്രോൾഡ് ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തായാലും അതൊരു BP ഹൈ ആയിരിക്കും നമ്മൾ കണക്കൂട്ടണം. അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റും എടുക്കണം. ഇത്രയും കാരണങ്ങളാണ് BP ഉണ്ടാവാനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷനായിട്ടും പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാം. ഉപ്പിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ശരാശരി നമ്മൾ ഡെയിലി കഴിക്കേണ്ടത് 5 ഗ്രാം അല്ലെങ്കിൽ അതിൽ കുറവാണ് കഴിക്കേണ്ടത്. എന്നാൽ BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉള്ളവർ അത് 2 ഗ്രാമായിട്ട് കുറയ്ക്കാൻ നോക്കുക. അതിൽ കുറവ് മാത്രമേ നമ്മൾ ഡെയിലി ഉപ്പിൻ്റെ അളവ് ഉള്ളിലേക്ക് എടുക്കാൻ പാടൂ. പിന്നെ ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഉണക്കമീൻ ഇതിൽ മാത്രം അടങ്ങിയ ഒരു സാധനമല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല പ്രോസസ്ഡ് ഫുഡ്സ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, ഇതിലൊക്കെ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഇത് മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക. അച്ചാറുകൾ, ബേക്കറിയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുന്നതിനനുസരിച്ച് ഊർജ്ജം കൂടും. അപ്പോൾ കലോറി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ BPയുടെ അളവ് കുറയും. പിന്നെ പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടുക. പൊട്ടാസ്യം എന്തിലാണ് ഉള്ളത് വിചാരിച്ചാൽ ബനാന, അതുപോലെ തന്നെ പുളിയുള്ള പഴങ്ങളിലാണ് മെയിനായിട്ട് പൊട്ടാസ്യം കാണുന്നത്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് ബോഡിയിൽ കൂടുതലാക്കുക. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ BP കുറയും. സോഡിയം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ പൊട്ടാസ്യം കൂടുതൽ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കിഡ്നി ഡിസീസ് ഉള്ളവർ, വൃക്കയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പൊട്ടാസ്യം കൂടുതലായിട്ട് കഴിക്കരുത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ചെക്ക് ചെയ്തതിന് ശേഷം 5ൽ കൂടുതലാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കണ്ടു എന്നുണ്ടെങ്കിൽ അവരും പൊട്ടാസ്യം കൂടുതലായിട്ട് കഴിക്കരുത്. ഇത്രയുമാണ് നമ്മൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത്. പിന്നെ പുകവലി, മദ്യപാനം, ഈ 2 കാര്യങ്ങളും ഒഴിവാക്കുക. പുക വലിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു അഡ്രിനാലിൻ കൂടും. ആ സമയത്ത് BP കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് പുകവലിനെ എടുത്ത് കളയുക. അതുപോലെ തന്നെ മദ്യപാനം കൂടുന്ന സമയത്തും ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മദ്യപാനവും ഒഴിവാക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ BMI 25ൽ കൂടുതൽ ആവാതിരിക്കാൻ മാക്സിമം നോക്കുക. അമിതവണ്ണം കുറയ്ക്കാം. അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ടത് എക്സസൈസാണ്. ഒരു അരമണിക്കൂർ ഡെയിലി നമ്മൾ വ്യായാമത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. അതും നമ്മുടെ ശരീരം ജസ്റ്റ് സിമ്പിളായിട്ട് നടക്കുക. അരമണിക്കൂർ നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കലോറി കുറയുന്നില്ല. ശരീരം അനങ്ങുന്ന രീതിയിൽ, വേർക്കുന്ന രീതിയിൽ മാത്രം എക്സസൈസ് ചെയ്യുക. അതുകൊണ്ട് മാത്രമേ നമുക്കൊരു ഗുണം കിട്ടുന്നുള്ളൂ. അപ്പോൾ വേർത്ത് കഴിഞ്ഞാൽ കലോറി ബേൺ ചെയ്തു പോവും. അപ്പോൾ അത് കാരണം ഫാറ്റ് ഡെപ്പോസിഷൻ ഇതൊക്കെ കുറയുന്നത് കാരണം BP കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ റിലാക്സ് ആയിട്ട് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പകുതിയിലേറെ ലക്ഷണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ നോക്കുക. ടെൻഷൻ ഫ്രീ ആക്കി മാറ്റുക. ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് ശരീരത്തിലുള്ള ഹോർമോൺ കൂടുന്നുണ്ട്. ഇതൊക്കെ BP കൂടാനുള്ള കാരണമാവും. അപ്പോൾ ടെൻഷൻ ഫ്രീ ആക്കിക്കൊണ്ട് കൃത്യമായ ഉറക്കം. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്, ഈ omega-3 ഫാറ്റി ആസിഡ് ശരീരത്തിലെ ഏതൊരു അസുഖത്തിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. മത്തി, അയില ഇങ്ങനത്തെ മീനുകൾ, അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ടും എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ BP കൂടുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ ഇനി സഡൻ ആയിട്ട് BP കൂടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് നോക്കാം. ആ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് റിലാക്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ BPയിൽ
കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെയാണ് വേറൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഒരു ടവൽ മുക്കിയതിന് ശേഷം ആ സമയത്ത് തലയിലൊന്ന് ഇടുക. അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കാരണം BP ചെറിയ രീതിയിൽ കുറഞ്ഞു കിട്ടും. നല്ല കോംപ്ലിക്കേറ്റഡ് ആയ BP കാര്യത്തിലല്ല പറയുന്നത്, സ്ഥിരമായിട്ട് ചെറിയ രീതിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചെറിയ തലകറക്കം അല്ലെങ്കിൽ തലയ്ക്കൊരു പെരുപ്പം വരുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ടവൽ നനച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ മാറ്റം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ സ്ഥിരമായിട്ട് തണുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. കുക്കുംബർ, കക്കരിക്ക, വെള്ളരിക്ക ഇതൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിനൊരു തണുപ്പ് കിട്ടും. ഇത് കാരണം BP കുറയാനും കാരണമാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളെ BP നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.